അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നാളായിട്ട് നോൺ വെജ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി ചിക്കൻ ഫ്രൈ, വെറൈറ്റി അല്ല, നമ്മളെല്ലാം ചെയ്യുന്നൊരു സംഭവം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും എല്ലാം പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇപ്പുറത്ത് അതിനകത്ത് ചേർക്കേണ്ട കുറച്ച് സാധനങ്ങളും കൂടെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അതായത് നമ്മൾ കസൂരി മെത്തി, പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടി, ഗരം മസാല, മൈദപ്പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടി. അപ്പോൾ ഈ മൈദ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് കോൺഫ്ലോർ വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഇതിലിട്ടത് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കൊരു അരമണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് വേണം. ഒരുമിച്ച് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിൽ മഞ്ഞളും ഉപ്പും കൂടെ ചേർത്താണ് നമ്മളൊന്ന് തിരുമ്മി വെച്ചിരുന്നത് ആദ്യം തന്നെ. അപ്പൊ അതുകൊണ്ട് ബാക്കി പൊടികളും ഒക്കെ ചേർക്കത്തില്ല. അപ്പൊ അതിന് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്താൽ മതി. അപ്പൊ നമ്മളിത് തിരുമ്മിയുണ്ടല്ലോ ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത്. ഫ്രിഡ്ജ് വെക്കുമ്പോഴല്ലോ കുറച്ചുകൂടെ ഒന്ന് അതിന്റെ സുഖം കൂടും. അപ്പൊ ഇനി ഇതിന്റെ കൂടെ ഇടാനായിട്ട് 2 സാധനങ്ങളുണ്ട്. നമ്മുടെ വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും, ഇനി കുറച്ച് കറിവേപ്പില. അപ്പൊ ഇത്ര സാധനമാണ്. അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇരടി ഒന്ന് റെഡിയാക്കി എടുക്കണം. അതാണ് നമ്മുടെ ഫസ്റ്റ് പരിപാടി. സംഭവം എളുപ്പമാണ് കേട്ടോ. നമ്മൾ ഈ തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കത്തില്ലേ, ആ ഒരു കിടക്കാശി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് പുളിക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങാനീരോ തൈരും കൂടെ ചേർക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ഒന്ന് ഞെരടി പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് സ്വല്പം തൈരും കൂടെ ചേർക്കാം. അപ്പോൾ തൈര് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് നാരങ്ങാനീര് വേണം ചേർക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന്, പിന്നെ അത് വെള്ളം ഒഴിക്കണ്ട കേട്ടോ. തൈരിന്റെ ആ ഒരു വെള്ളത്തിൽ തന്നെ ആ ഒരു ഇതില് പിന്നെ അത് തന്നെയല്ല, നമ്മുടെ ചിക്കനിൽ അത്യാവശ്യം വെള്ളത്തിന്റെ ഒരു അംശം വരും. അപ്പോൾ അതാണ് അതിന്റെ ഏറ്റവും നല്ല പരിപാടി എന്ന് പറയുന്നത്. അത് ഇതുപോലെ നന്നായിട്ടൊന്ന് തിരുമ്മി ഒന്ന് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ. അപ്പോൾ ഞാൻ തൈര് ഇട്ടത്. അപ്പോൾ നമ്മുടെ അൻസാരികളെല്ലാം ചേർത്ത് നമ്മൾ തിരുമ്മി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 2-3 ഐറ്റം കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ നമ്മളുണ്ടല്ലോ തൈര് ചേർക്കാൻ നമ്മൾ വിചാരിച്ചു. പക്ഷെ നമ്മുടെ തൈരുണ്ടല്ലോ നമുക്കിട്ട് പണി തന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ചെറുനാരങ്ങ, ഇപ്പോൾ ചെറുനാരങ്ങയാണ് എന്താ പറയുക തൈരിനേക്കാളും. അതെ, അപ്പോൾ നമ്മളൊരു മീഡിയം വലിപ്പമുള്ള ചെറുനാരങ്ങയാണ് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് 2 സാധനം കൂടെ ഇതൊക്കെ ചേർക്കണം. അതൊരു നമ്മുടെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ഒരു ഫ്രൈഡ് ഒരു ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളുണ്ടല്ലോ ഇതിന്റെ മറ്റേ കസൂരി മേത്തി ഇല്ലേ, നമ്മള് പണ്ടല്ല തട്ടുകടയിൽ നിന്നൊക്കെ ചിക്കൻ ഫ്രൈ കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം. അതിന്റെ ഒരു പ്രത്യേക ഒരു മണം ഇല്ലേ, പൊടി കിട്ടൂല. ആ പൊടിക്ക് ഭയങ്കര ഡിമാൻഡ് ആണ്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കുന്ന വേറെ സാധനമുണ്ട്. ഇതെന്താ വെച്ചാൽ നമ്മുടെ ചെറിയ ഉള്ളി ഇല്ലേ, അപ്പൊ ചെറിയ ഉള്ളി നമ്മളൊരു 3 ചതച്ച് റെഡിയാക്കിയിട്ടുള്ളത്. അതും കൂടെ ഉണ്ടെങ്കിലുണ്ട് ഇതിന്റെ ആ ഒരു ടേസ്റ്റ് വരും. അതുണ്ടല്ലോ ഒരു ടേസ്റ്റിനാണ്. അപ്പൊ ഒത്തിരിയുടെ ആവശ്യമില്ല, ഒരു 2-3 അനുസരിച്ച് ചേർത്ത് മതി. അപ്പൊ നമ്മൾ ഇനി ഒരു മുട്ടയും കൂടെ എടുത്തിട്ടുണ്ട്, കോഴിമുട്ട, സാധാ കോഴിമുട്ട. അപ്പം ഇത്രയും സാധനങ്ങളെല്ലാം കൂടെ അപ്പൊ ഇനി ഇതും കൂടെ നമുക്ക് റെഡിയാക്കി. അപ്പോഴാണ് അതിന്റെ എന്നിട്ട് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാതെ. അപ്പൊ ഇതുണ്ടല്ലോ, ഇതൊന്ന് മൂടിയിട്ട് ഒരു അരമണിക്കൂറിന് മേലെ വെക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, 1 മണിക്കൂറൊക്കെ വെക്കുവാണെങ്കിൽ നല്ലതാണ്. അപ്പൊ ഫ്രിഡ്ജിൽ വെക്കുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും സംഭവം. അപ്പോൾ നമ്മളെല്ലാം ചേർത്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് റെസ്റ്റിന് വെക്കാം. റെസ്റ്റിന് വെച്ചിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ കറിവേപ്പില ഉണ്ടല്ലോ അതിൻ്റെ കൂടെ തന്നെ നിൽക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. പിന്നെ ഏറ്റവും അവസാനം നമ്മൾ ഇതെല്ലാം വറുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പില കൂടെ ഒന്ന് വറുത്ത് ഇതിൻ്റെ പുറത്തോട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ കാണാനും ഭംഗിയാണ്, കഴിക്കാനും എടുക്കുക ചെയ്യും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടിക്കാം. അപ്പോൾ നമ്മളെ മാരിനേറ്റ് ചെയ്ത് വെച്ച നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഒരു അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു, നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചീനച്ചട്ടിയിൽ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഓരോ പീസായിട്ട് എടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. കാലാണല്ലോ നമ്മുടെ ഒരു ശ്രദ്ധിക്കണം. വെള്ളമയ ഉള്ളതുണ്ടല്ലോ, ചിലപ്പം സ്ഫോടനങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് വെന്ത് വരണം. അതിൻ്റെ ആകമൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഒരുപാട് തീയിൽ നമ്മൾ വറുത്ത് കഴിഞ്ഞാൽ പുറം മാത്രം അത് കരിഞ്ഞു പോകും, അകം വേഗത്തില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ തീയിൽ നമുക്കിന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ സാധനം നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇന്നിട്ട് കോരി മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള സാധനമാണ്. ഈ അരിപ്പൊടി ചേർക്കുമ്പോൾ നല്ല കറുമുറ, അത് നമ്മുടെ
മറ്റേ KFC ചിക്കനൊക്കെ കിട്ടുന്നില്ല ആ ഒരു രീതിയിൽ സംഭവം റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ വറുത്തെടുക്കാവേ. അപ്പോൾ നമ്മുടെ എന്താ പറയുന്നത് രണ്ടാമത്തെ സെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോരി നമുക്ക് മാറ്റാം. നമുക്ക് എത്ര ആവശ്യമെന്ന് വെച്ചാൽ അത്രയും റെഡിയാക്കി എടുക്കാം. അതെ, ഈ പീസിൻ്റെ ഒക്കെ വലിപ്പമൊക്കെ നമുക്ക് തന്നെ നിശ്ചയിക്കാം എന്തുമാത്രം വലിപ്പം വേണം അനുസരിച്ച്. പിന്നെ നമുക്ക് നമ്മുടെ വാർന്ന് പോകാനായിട്ട് നമ്മുടെ ചട്ടിക്കകത്തോട്ട് തന്നെ ഇതാകുമ്പോൾ മൺചട്ടി ആയതുകൊണ്ടല്ലോ അധികമുള്ള എണ്ണയൊക്കെ വലിച്ചെടുത്തോളാം. മൺചട്ടി കൊടുത്തിട്ടു. അപ്പൊ നമ്മളെ സ്റ്റൗ ഒന്ന് നിർത്തിയേ, കാരണം നമ്മളിവിടെ ഒരു 2 സാധനം കൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. പച്ചമുളക് നമ്മൾ രണ്ടായിട്ട് കീറിയത്, അതിനകത്ത് അരി ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ കളഞ്ഞെടുത്ത് പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില. അപ്പൊ നമ്മൾ സ്റ്റൗ നിർത്തിയേക്കുക, എന്നിട്ട് വേണം നമുക്ക് ഇതൊന്ന് ചെയ്തെടുക്കാൻ. അപ്പൊ നമ്മുടെ ഈ ഇതുണ്ടല്ലോ ഈ വറക്കുന്ന ഈ വറുത്ത് കോരുന്ന ഇത് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒന്ന് മുക്കിയെടുത്താൽ മതി. അതിന്റെ ആവശ്യം എന്നാലും ഒന്ന് സൂക്ഷിച്ചോണം കേട്ടോ, കാരണം ഈ മുളകും വെള്ളമായി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് ഈ ഓഫ് ചെയ്തിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഒച്ചയും വെള്ളം എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കിത് പോയി ഇത് എണ്ണയൊക്കെ ഒന്ന് വാർന്ന് പോയിട്ട് നമുക്ക് ഇതിനൊന്ന് റെഡി ആക്കി ഇതുകൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ടേസ്റ്റ് നല്ല കറന്നുമാറിയിരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും കൊള്ളാം. ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഇതുപോലത്തെ ഈ നമ്മൾ ഇന്ന് കാണിച്ച അതുപോലെ റെസിപ്പി ഒന്ന് ചെയ്ത് ഫ്രൈ ചെയ്ത് നോക്കിയോ നമ്മുടെ നാടൻ തട്ടുകളിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ഫീല് നമുക്ക് വീണ്ടും മണം നല്ല മണമുണ്ട്. ഇപ്പോഴത്തുള്ളവരൊക്കെ ജനലൊക്കെ തുറന്ന് നോക്കും അതുപോലത്തെ മണമാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെ തയ്യാറാക്കി നമുക്ക് നല്ല അടിപൊളി സാധനമാണ് ഗ്യാരണ്ടിയാണ് കേട്ടോ. കസൂരി മെത്തി എല്ലാം കൂടെ ചേർത്ത് നല്ല അടിപൊളിയാക്കിയോ. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയുക. പിന്നെ ഇതുപോലെ ചെയ്തിട്ടുള്ളവർ പറയുക. പിന്നെന്താ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള മറ്റേ അതും കൂടെ നമ്മൾ ചെയ്ത് റെഡിയാക്കി വെക്കുക. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് എടുത്ത വീഡിയോകളുടെയൊക്കെ എന്താ പറയുന്നത് മറ്റേ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ എന്താ പറയുക കൂടുതലൊന്നും പറയേണ്ട. അടുത്തൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തേക്ക് തൽക്കാലം Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day.